അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇൻ ഉരീദു ലിൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിലെ 44-ാം അധ്യായമാണ് സൂറ അദ്ദുഖാൻ. ഈ അധ്യായത്തിന് ഈ പേര് ലഭിക്കാൻ കാരണം 10-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, ഫർതഖിബ് യൗമ തഅതിസ് സമാഉ ബിദുഖാനിൻ മുബീൻ. ശരി, ആകാശം വ്യക്തമായി പുകയുമായി വരുന്ന ആ നാൾ കാത്തിരുന്നു കൊള്ളുക. ഈ ഒരു ആയത്തിൽ നിന്നാണ് ഈ അധ്യായത്തിന് അദ്ദുഖാൻ, പുക എന്ന പേര് ലഭിച്ചത്. അവതരണ ക്രമത്തിൽ 64-ാമത് വരുന്ന അധ്യായമാണ്. ആകെ 59 ആയത്തുകളാണ് ഈ അധ്യായത്തിലുള്ളത്. അവതരണകാലം മക്കയിലാണ്. ഈ സൂറയും സൂറത്ത് സുഹ്റുഫും അതിനു മുമ്പുള്ള ഏതാണ്ട് ചില സൂറത്തുകളുമൊക്കെ ഇതേ കാലത്താണ് അവതരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതോടൊപ്പം ഇതിന് തൊട്ട് മുമ്പുള്ള അധ്യായം സൂറത്തുൽ ജാസിയ, ഇതിൻ്റെ ഉള്ളടക്കം പരിശോധിക്കുമ്പോൾ സൂറ അൽ ജാസിയയും അദ്ദുഖാനും ഇരട്ടക്കുട്ടികളാണെന്ന സാദൃശ്യം എന്ന രൂപത്തിലൊക്കെ നമുക്ക് കാണാം. മക്കയിലാണ് അവതരിപ്പിച്ചത് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം ഇങ്ങനെയാണ്. മക്കയിലെ എതിരാളികളുടെ പ്രതിഷേധങ്ങളും എതിർപ്പുകളും അതിരൂക്ഷമായപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവെ, യൂസുഫ് നബി അലൈഹി ഇസ്ലാമയുടെ കാലത്തുണ്ടായ ക്ഷാമം പോലൊരു ക്ഷാമം, അങ്ങനെ ഒരു ക്ഷാമം കൊണ്ട് നീ എന്നെ സഹായിക്കണമേ. എന്ന് വെച്ചാൽ ആപത്തണയുമ്പോൾ ജനം അള്ളാഹുവിനെ ഓർക്കുകയും തൻ്റെ ഉപദേശം സ്വീകരിക്കാൻ അവരുടെ മനസ്സ് പാകപ്പെടുകയും ചെയ്യുമെന്ന് അള്ളാഹുവിൻ്റെ റസൂല് പ്രതീക്ഷിച്ചു. അങ്ങനെ അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിക്കുന്നുണ്ട്. ആ നാട് മുഴുവൻ കടുത്ത ക്ഷാമം ബാധിക്കുന്നുണ്ട്. ആളുകളാകെ ഭയചകിതരായി വെപ്രാളം കൊണ്ടു. ഖുറൈശി പ്രമാണിമാർ വരെ നബിയെ സമീപിച്ചു. അക്കൂട്ടത്തിൽ അബൂ സുഫിയാൻ ഉണ്ടായിരുന്നു. അബൂ സുഫിയാൻ ആദ്യകാലത്ത് പ്രവാചകൻ്റെ കടുത്ത എതിരാളിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലത്താണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ഹിജ്റ 32-ലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അങ്ങനെ അബ്ദുല്ലാഹിബ്ൻ മസ്ഊദ് അബൂ സുഫിയാൻ ഉണ്ടായിരുന്നു എന്നത് അനുസ്മരിക്കുന്നുണ്ട്. അവർ പ്രവാചകനോട് അപേക്ഷിച്ചു, സ്വജനത്തെ ഈ ആപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ താങ്കൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കണം. ഈ ഒരു സന്ദർഭത്തിലാണ് അള്ളാഹു ഈ സൂറത്ത് അവതരിപ്പിച്ചത്. അവതരണകാലം നമ്മൾ മനസ്സിലാക്കിയുണ്ടായി. ഇനി ഈ അധ്യായത്തിൽ എന്തെല്ലാം വിഷയങ്ങളാണ് ഉൾക്കൊള്ളുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തേത്, ഖുർആൻ മുഹമ്മദ് നബി സ്വയം രചിച്ചതാണ് എന്നായിരുന്നു അവരുടെ വാദം. എന്നാൽ ഖുർആൻ വളരെ കൃത്യമായി സാക്ഷ്യപ്പെടുത്തുന്നു ഈ അധ്യായത്തിൽ, ഇത് മനുഷ്യനിർമ്മിതമല്ല, അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ് ഈ ഖുർആൻ. രണ്ടാമത്തെ ഒരു കാര്യം, അവർക്ക് ഖുർആൻ്റെ മഹത്വം മനസ്സിലാക്കുന്നതിൽ വലിയ തെറ്റുപറ്റി. ഖുർആൻ വന്നതിലൂടെ, അഥവാ ഖുർആനിൻ്റെ സന്ദേശവുമായി പ്രവാചകൻ മുഹമ്മദ് വന്നതിലൂടെ ഞങ്ങൾക്കൊരു വലിയ വിപത്താണ് എന്ന് അവർ തെറ്റിദ്ധരിച്ചു. എന്നാൽ അള്ളാഹുവിൻ്റെ ദൂതനെ നിങ്ങളിലേക്ക് അയക്കുവാനും ഖുർആൻ്റെ സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കുവാനും ഒക്കെയുള്ള അള്ളാഹുവിൻ്റെ തീരുമാനം നിങ്ങൾക്കുള്ള വലിയൊരു അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിയാതെ പോയി. മൂന്നാമതൊരു കാര്യം, അവർക്ക് പ്രവാചകനെയും ഖുർആനെയും മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, അതിനെ എതിർത്ത് തോൽപ്പിക്കാൻ കഴിയുമെന്ന് അവർ വിചാരിച്ചു. അതിന് പല തന്ത്രങ്ങളും അവർ പയറ്റുകയുണ്ടായി. അള്ളാഹുവിൻ്റെ തീരുമാനം മറ്റൊന്നാണ്. ഒരിക്കലും ഈ ഖുർആനെയോ പ്രവാചകനെയോ അള്ളാഹുവിൻ്റെ സന്ദേശത്തെയോ പരാജയപ്പെടുത്താൻ അവർക്ക് സാധിക്കില്ല. നാലാമത്തൊരു കാര്യം, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് അള്ളാഹുവാണ്, ഉടമയും പരിപാലകനും അള്ളാഹുവാണ്. അവർ സമ്മതിക്കുന്നുണ്ട്. വെള്ളം ആര് നൽകുന്നു, മഴ ആര് നൽകുന്നു, ഇതൊക്കെ ചോദിച്ചാൽ അവർ പറയും അള്ളാഹു. ജനിപ്പിക്കാനും മരിപ്പിക്കാനുമുള്ള അധികാരം അള്ളാഹുവിനാണ്. എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് മറ്റുള്ളവരെ ആരാധ്യരായി സ്വീകരിക്കുന്നു എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. അപ്പോൾ അവരുടെ മറുപടി, ഞങ്ങളുടെ പൂർവികർ അങ്ങനെയായിരുന്നു എന്നാണ്. പൂർവികർ ചെയ്തൊരു വിഡ്ഢിത്തം കൊണ്ട് നിങ്ങളും അത് പിന്തുടരേണ്ടതുണ്ടോ എന്ന് യുക്തിപരമായി അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ റബ്ബായ ഏകദൈവം തന്നെയാണ് അവരുടെയും റബ്ബ്. നിങ്ങൾ അടിമപ്പെടേണ്ട ഏകദൈവത്വത്തിന് തന്നെയായിരുന്നു അവരും അടിമപ്പെടേണ്ടിയിരുന്നത്. അള്ളാഹു അല്ലാതെ മറ്റൊരു ശക്തിയോട്, അത് ജീവിച്ചിരിക്കുന്നവരാവട്ടെ മരിച്ചവരാവട്ടെ വിഗ്രഹങ്ങളാവട്ടെ, ആരോടും സഹായമർത്ഥിക്കുന്നത്
അള്ളാഹുവിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെപ്പോലെ കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായി ഞങ്ങളുടെ ജീവിതത്തെ തുണക്കാൻ, സപ്പോർട്ട് ചെയ്യാൻ, സഹായിക്കാൻ അവർക്ക് കഴിയുമെന്നുള്ള വിശ്വാസം, അത് ചെറുതാവട്ടെ വലുതാവട്ടെ, ഷിർക്കാണ് എന്ന് അള്ളാഹു വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അഞ്ചാമതൊരു കാര്യം, അള്ളാഹുവിൻ്റെ ദിവ്യത്വം, അള്ളാഹുവിൻ്റെ കാരുണ്യം, ഇതിൻ്റെ താല്പര്യം നിങ്ങൾക്ക് ഭക്ഷണം നൽകുക, വെള്ളം നൽകുക, ജീവിത സൗകര്യങ്ങൾ നൽകുക എന്നത് മാത്രമല്ല. നിങ്ങളെ ഭൂമിയിലേക്ക് പടച്ച റബ്ബ്, സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായ മനുഷ്യർ, അവർക്ക് സന്മാർഗം നൽകുക എന്നതുകൂടി അള്ളാഹുവിൻ്റെ ദൗത്യമാണ്. ഈ സന്മാർഗ ദർശനത്തിന് വേണ്ടിയാണ് അള്ളാഹു പ്രവാചകൻ മുഹമ്മദ് നബിയെ നിങ്ങളിലേക്ക് നിയോഗിച്ചത്. ഇനി അതിനുശേഷം അവർ അഭിമുഖീകരിച്ച ഈ ഒരു ക്ഷാമകാലത്തെക്കുറിച്ച്, കഷ്ടപ്പാടുകളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളും അള്ളാഹു പ്രവാചകന്മാരിലൂടെ നൽകിയ മോചിതത്തുകളും അതും കണ്ട് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും വിശ്വാസികളാകുമെന്ന് ഒരിക്കലും ഖുർആൻ പറയുന്നില്ല. അത്തരം കാര്യങ്ങളെല്ലാം ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് നമ്മൾ മനസ്സിലാക്കി. ആപത്തണയുമ്പോൾ സത്നിഷേധികളുടെ കഴുത്ത് അല്പം വളയും, അഥവാ അഹങ്കാരത്തോടു കൂടി നിൽക്കുന്ന അവരുടെ ശിരസ് കുനിയും. അപ്പോൾ സതുപദേശങ്ങൾ അവർ ലേശും. ഈ പ്രതീക്ഷ എന്നൊരളവോളം സഫലമാകുന്നതായി കണ്ടു. എന്തുകൊണ്ടെന്നാൽ മഹാ അഹങ്കാരികളായ സത്യവിരോധികൾ പ്രവാചകന് മുമ്പിൽ വന്ന് കൈകൂപ്പി പറഞ്ഞു, നാഥ, ഈ ശിക്ഷ ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണം, എങ്കിൽ ഞങ്ങൾ വിശ്വാസികളായിക്കൊള്ളാം. ഇതേപ്പറ്റി ഒരു വശത്ത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെയാണ് പറയുന്നത്, ഇത്തരം വിപത്തുകൾ കൊണ്ട് ഇക്കൂട്ടർ എവിടെ പാഠം പഠിക്കാനാണ്? ഇവർ ദൈവദൂതനിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന്, ചര്യയിൽ നിന്ന്, വാക്കിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും പുറംതിരിയുമ്പോഴും അദ്ദേഹം ഉറപ്പായും ദൈവദൂതനാണെന്ന് പരസ്യമായി വെളിവായിട്ടുണ്ട്. എന്നിരിക്കെ ഇപ്പോഴൊരു ക്ഷാമം കൊണ്ടവരുടെ ഈ ബുദ്ധിശൂന്യത എങ്ങനെ ദൂരീകരിക്കും? മറുവശത്ത് നിഷേധികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഈ ശിക്ഷ നീക്കം ചെയ്യപ്പെട്ടാൽ വിശ്വാസികളായിക്കൊള്ളാമെന്ന് നിങ്ങൾ പറയുന്നത് തികച്ചും കള്ളമാണ്. നാം ഈ ശിക്ഷ നീക്കിക്കളഞ്ഞാൽ, അഥവാ ഈ ക്ഷാമം നിങ്ങളിൽ നിന്ന് മാറ്റിക്കളഞ്ഞാൽ നിങ്ങൾ വാഗ്ദാനത്തിൽ നിന്ന് പിന്തിരിയും. നിങ്ങളുടെ തലയിൽ ഭാഗ്യഹീനത അഥവാ ഭാഗ്യമില്ലായ്മ നിങ്ങൾ കൊണ്ടു നടക്കുകയാണ്. സ്വയം നിങ്ങൾ വഴികേടിൽ സഞ്ചരിക്കുകയാണ്. ഇങ്ങനെ മുന്നോട്ട് പോയി അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഫറോവ, അതുപോലെ തന്നെ ഫറോവയുടെ സമൂഹം, അവർക്ക് മുമ്പിലും ധാരാളം പരീക്ഷണങ്ങൾ വന്നിരുന്നു. ദൈവിക ദൃഷ്ടാന്തങ്ങൾ അവരുടെ മുമ്പിൽ കൃത്യമായും ബോധ്യപ്പെടുത്തിയിരുന്നു പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാമയിലൂടെ. എന്നിട്ടോ അവർ സത്യവിരോധത്തിൽ നിന്ന് മാറാൻ ഒരിക്കലും സന്നദ്ധമായില്ല. എത്രത്തോളം വന്നാൽ അവർ ദൈവദൂതനെ വധിക്കാൻ ഒരുമ്പെട്ടു. അതിൻ്റെ ഫലമായി എക്കാലത്തേക്കും പാഠമായി തീർന്ന ഒരു ശിക്ഷ അവർ കാണേണ്ടി വരികയും ചെയ്തു. ഇനി മറ്റൊന്ന് അവസാന ഭാഗത്ത് പറയുന്നത്, മക്കയിലെ നിഷേധികളുടെ ഏറ്റവും കടുത്ത ആരോപണം, നിഷേധാത്മകമായ നിലപാട് പരലോകവുമായി ബന്ധപ്പെട്ടാണ്. മരിച്ചു കഴിഞ്ഞാൽ ജീവിക്കുകയോ, ഞങ്ങൾ മണ്ണോട് ചേർന്ന് എല്ലുകൾ നുരുമ്പിച്ച് കഴിഞ്ഞ് വീണ്ടും ജീവിപ്പിക്കുകയോ. അവർ പരിഹാസത്തോടു കൂടിയിട്ടാണ് പ്രവാചകൻ തിരുമേനിയുടെ ഈ വാദത്തെ അല്ലെങ്കിൽ ഈ സന്ദേശത്തെ മനസ്സിലാക്കിയിരുന്നത്. ഏകദൈവത്വം, പ്രവാചകത്വം, പരലോക വിശ്വാസം. പരലോകത്തെ അവർ നന്നായി പരിഹസിച്ചിരുന്നു. ഞങ്ങളിൽ ആരും മരണാന്തരം ഉയർത്തെഴുന്നേറ്റതായി ഞങ്ങൾ കണ്ടിട്ടില്ല. രണ്ടാമതൊരു ജീവിതമുണ്ടെന്ന നിൻ്റെ വാദം സത്യമാണെങ്കിൽ ഞങ്ങളുടെ മരിച്ചുപോയ പൂർവ്വപിതാക്കളെ ഒന്ന് എഴുന്നേൽപ്പിച്ച് കാണിക്കും. ഇതിന് ഖുർആൻ നൽകുന്ന മറുപടി, ഒന്നാമത്തേത്, പരലോക നിഷേധം എന്നത് ധാർമ്മിക നാശമാണ്. ഒരു മനുഷ്യൻ്റെ കർമ്മങ്ങൾക്ക് പരലോകത്ത് വിചാരണയുണ്ട് എന്ന ബോധവും അവൻ്റെ ജീവിതത്തെ നന്നായി സ്വാധീനിക്കും. ഇതില്ലാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൗതിക ലോകം പരമാവധി ആസ്വാദനത്തിന് അവന് പ്രയോജനപ്പെടുത്തും. ധാർമ്മികത അവരുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടമാകും എന്നതാണ്. രണ്ടാമതായി ഈ അധ്യായത്തിൽ പറയുന്ന മറുപടി, ഈ പ്രപഞ്ചം ഒരു കളിക്കുട്ടിയുടെ കളിക്കോപ്പല്ല, പ്രസ്തുത അള്ളാഹുവിൻ്റെ യുക്തിപൂർണമായിട്ടുള്ള ഒരു തീരുമാനമാണ്. എപ്പോൾ അന്ത്യനാൾ സംഭവിക്കണമെന്നും പൂർവികരെ ഉയർത്തെഴുന്നേൽപ്പിക്കണമെന്നും അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെയും ഓരോ ദിവസത്തെയും ആവശ്യം പരിഗണിച്ചുകൊണ്ടല്ല അള്ളാഹു അക്കാര്യം തീരുമാനിക്കുക. അന്ന് മനുഷ്യവംശത്തെ ആകമാനം ഒരുമിച്ച് കൂട്ടും. ഖിയാമത്ത് നാളിൽ തൻ്റെ കോടതിയിൽ വിചാരണ ചെയ്യും. ആ സമയത്തെപ്പറ്റി വല്ലവരും ചിന്തിക്കണമെങ്കിൽ ചിന്തിച്ചുകൊള്ളുക. അവിടെ നിങ്ങളുടെ സ്വന്തം ഊറ്റം കൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല. ആരുടെയും സഹായം നിങ്ങൾക്ക് ലഭിക്കുകയുമില്ല. അന്ത്യനാൾ ഒരു യാഥാർത്ഥ്യമാണ് എന്നും അന്ത്യനാളിനെയും പരലോകത്തെയും അടിയുറച്ച് വിശ്വസിക്കുകയാണ് ജീവിതത്തിൻ്റെ ശരിയായ വഴിയെന്നും ശക്തമായ ഭാഷയിൽ അവരെ താക്കീത് ചെയ്യുന്നുണ്ട്. അവസാന ഭാഗത്ത്
അള്ളാഹുവിൻ്റെ നീതി നിർവ്വഹണത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഇവിടെ കുറ്റവാളികളുടെ പരിണിതിക്ക് വലിയ പരിമിതികളുണ്ട്. ഒരിക്കലും ഭൗതിക ലോകത്ത് പൂർണ്ണമായ ശിക്ഷ നടപ്പിലാക്കുവാനോ രക്ഷ നൽകുവാനോ കഴിയില്ല. നാളെ പരലോകത്ത് ആരായിരിക്കും വിജയി, ആരായിരിക്കും പരാജിതർ എന്ന് കൃത്യമായി ഖുർആൻ ബോധ്യപ്പെടുത്തുന്നു. ഈ ഖുർആൻ വളരെ വ്യക്തമായ ഭാഷയിൽ, ലളിതമായ ഭാഷയിൽ, നിങ്ങളുടെ മാതൃഭാഷയിൽ തന്നെയാണ് അവതരിച്ചിട്ടുള്ളത്. ഇനിയും ഉത്ബോധനം ഉൾക്കൊള്ളാതെ നിങ്ങളുടെ അവസ്ഥയിൽ നിങ്ങൾ തുടരാനാണ് തീരുമാനിച്ചത് എങ്കിൽ അങ്ങനെ ആയിക്കൊള്ളുക. നമ്മളും പ്രവാചകനും കാത്തിരിക്കുന്നുണ്ട്. സംഭവിക്കാനുള്ളത് അതിൻ്റെ സമയമാകുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നുകൊള്ളും. പരലോകത്തെ നിഷേധിക്കുന്ന, പ്രവാചകൻ്റെ സന്ദേശങ്ങളെ തള്ളിപ്പറയുന്ന, അള്ളാഹുവിനെ കുറിച്ചുള്ള ഏകദൈവ വിശ്വാസത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹത്തോട് അള്ളാഹുവിൻ്റെ കൃത്യമായ നിലപാട് ബോധ്യപ്പെടുത്തുന്നു. അവരോട് പറയുന്നു, ഫൈന്നമ യസ്സർനാഹു ബിലിസാനിക ലഅല്ലഹും യതദക്കറൂൻ. പ്രവാചക, നാം ഈ വേദത്തെ നിന്റെ ഭാഷയിൽ ലളിതമാക്കിയിരിക്കുന്നു ഈ ജനം ഉത്ബുദ്ധമാകുന്നതിന് വേണ്ടി. ഫർത്തഖിബ് ഇന്നഹും മുർത്തഖിബൂൻ. ഇനി നീ കാത്തിരിക്കുക, ഇവരും കാത്തിരിക്കുന്നവരാകുന്നു. ഹമീം എന്നുള്ള കേവലാക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്ന ഈ അധ്യായം അവസാനിക്കുന്നത് ഫർത്തഖിബ് ഇന്നഹും മുർത്തഖിബൂൻ എന്ന സൂക്തത്തോടു കൂടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൻ്റെ ആശയങ്ങളെ ശരിയായ രൂപത്തിൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.